ഇന്ന് വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രത്തിൽ ആയില്യം. ആയിരക്കണക്കിന് ഭക്തരാണ് പുലർച്ചെ നിർമ്മാല്യ ദർശനത്തിന് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നത്. ഉച്ചയ്ക്ക് ശേഷം നാഗരാജാവിന്റെ എഴുന്നള്ളത്ത് ഉണ്ടാകും. വിവരങ്ങളുമായി മനോജ് അവിടെ നിന്ന് ചേരുന്നുണ്ട്. മനോജ്, എങ്ങനെയാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത്? ഒപ്പം തന്നെ ഈ നിർമ്മാല്യ ദർശനത്തിനൊക്കെ നിരവധി പേർ അവിടേക്ക് എത്തിയെന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ. രാഗി, പുലർച്ചെ മുതൽ തന്നെ വലിയ ഒരു തിരക്ക് ആ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ തന്നെ തുടരുകയാണ്. പുലർച്ചെ 3 മണിയോടുകൂടി നിർമ്മാല്യ ദർശനം ആരംഭിച്ചു. അതിനുശേഷം അഭിഷേകം, പിന്നീട് പ്രത്യേക പൂജകളൊക്കെ നടന്നു വരികയാണ്. എന്തായാലും ഇന്ന് വെട്ടിക്കോട്ട് നാഗരാജ സ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രത്യേകതകളുള്ള ദിനമാണ്. ഈ ആയില്യ ദിനത്തിൽ ദർശനത്തിനായി എത്തുന്ന ആയിരക്കണക്കിന് ഭക്തർ അത് തന്നെയാണ്. അവരെ നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാം. വിവിധ ജില്ലകളിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും അടക്കം ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നവരാണ്. ഏറെ പ്രസിദ്ധി ആർജിച്ച ഈ ക്ഷേത്രത്തിന് കേരളത്തിലെ ആദ്യത്തെ നാഗരാജ ക്ഷേത്രമെന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. തീർത്തും വനനിബിഡമായിട്ടുള്ള ഒരു പ്രദേശമാണ്. ഇവിടെയാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചടങ്ങുകൾക്കും ഏറെ പ്രാധാന്യമുണ്ട്. അതുതന്നെയാണ് ഭക്തർ ഓരോരുത്തരും ഒരു പ്രാവശ്യം ഇങ്ങോട്ട് വന്നാൽ വീണ്ടും ഇങ്ങോട്ടേക്ക് വരുവാൻ അവരെ പ്രേരിപ്പിക്കുന്നതും അത് തന്നെയാണ്. അത്രയധികം വിശ്വാസമർപ്പിച്ച് ഓരോ ഭക്തരും ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു ദിവസം അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആയില്യ ദിനത്തിൽ കൂടുതൽ ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ ഭക്തസഹസ്രങ്ങളുടെ നാവിൽ നാഗരാജ സ്തുതികളൊക്കെ ഉയരുന്നുണ്ട്. അത്തരത്തിൽ നാഗരാജ സ്തുതികളാൽ മുഖരിതമായ ഈ ഒരു അന്തരീക്ഷത്തിലാണ് ഇന്ന് എഴുന്നള്ളത്ത് നടക്കുക. അതായത് നാഗയക്ഷി സമേതനായിട്ടുള്ള അനന്ത ഭഗവാന്റെ തിടംപേറ്റിയ ജീവത ഈ ക്ഷേത്രത്തിൽ നിന്നും മൂലസ്ഥാനമായിട്ടുള്ള മേപ്പള്ളി ഇല്ലത്തേക്ക്, അവിടുത്തെ നിലവറയിലേക്ക് എഴുന്നള്ളും. ഈ വാദ്യമേളങ്ങളും പുള്ളുവൻ പാട്ടും ആലവട്ടവും വെഞ്ചാമരവും താലപ്പൊലിയും ഒക്കെ ഈ എഴുന്നള്ളത്തിന് അകമ്പടി സേവിക്കും. ഇരുവശങ്ങളിലും ഈ ഭക്തരങ്ങനെ കാത്തു നിൽക്കും. അത്തരത്തിൽ ദർശന സാഫല്യമേകി ഈ ഭഗവാൻ മേപ്പള്ളി ഇല്ലത്തെ ആ നിലവറയിലേക്ക് അവിടേക്ക് എത്തിച്ചേരും. അവിടെ ഈ ഇറക്കി പൂജയുണ്ടാകും. അതിനുശേഷമാണ് പ്രത്യേക പൂജകൾക്കൊക്കെ ശേഷമാണ് തിരിച്ച് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി എത്തുക. എന്തായാലും ആ എഴുന്നള്ളി എത്തുമ്പോൾ ഭഗവാന് വേണ്ടിയും ഭക്തർക്ക് വേണ്ടിയുമൊക്കെ ഈ പുള്ളുവൻ പാട്ട് നമുക്ക് ഇവിടെ കേൾക്കാം. വ്യത്യസ്ത വാദ്യമേള ഘോഷങ്ങളുടെയൊക്കെ അകമ്പടിയോടെ ഈ നാലമ്പലത്തിന് 4 പ്രദക്ഷിണം പൂർത്തിയാക്കിയാണ് ഭഗവാൻ ഈ ശ്രീകോവിലേക്ക് എഴുന്നള്ളുക. തുടർന്ന് ഈ അത്താഴ പൂജയും സർപ്പബലിയും ഒക്കെ നടത്തിയാകും നട അടയ്ക്കുക. അതോടുകൂടി ഈ വർഷത്തെ വെട്ടിക്കോട്ട് ആയില്യ മഹോത്സവം പൂർത്തിയാകും. എന്തായാലും ഈ ആയില്യ മഹോത്സവവുമായി ബന്ധപ്പെട്ടെത്തുന്ന ഭക്തർ തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നത്. ക്ഷേത്രമാകെ തന്നെ ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇങ്ങോട്ടേക്കുള്ള പാതയൊക്കെ തന്നെ ഈ ഭക്തർ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയധികം ജനത്തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. അവരെ നിയന്ത്രിക്കാനായി പ്രത്യേക സംവിധാനങ്ങളും പോലീസ് സംവിധാനവും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. എന്തായാലും വളരെയധികം പ്രത്യേകത നിറഞ്ഞ ദിവസം തന്നെയാണ്. എല്ലാ വർഷവും വരാറുണ്ടോ? ഇല്ല, ആദ്യമായിട്ട് വന്നത്. ഭയങ്കര തിരക്ക്. എല്ലാ വർഷവും വരാറുണ്ട്? എന്തോ എല്ലാ മാസവും വരാറുണ്ട്. ഇപ്പോൾ വർഷത്തിലൊരിക്കലും അല്ലെങ്കിൽ മാസം തോറും ഒക്കെ വരാറുള്ള നിരവധി ഭക്തർ, ആദ്യമായിട്ട് വരുന്നവരൊക്കെയുണ്ട്. എല്ലാവരും അങ്ങനെ ദർശനത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുന്നത്. അവരെയൊക്കെ അങ്ങനെ കൃത്യമായും നിയന്ത്രിച്ച് മാത്രമേ ഉള്ളിലേക്ക് വിടാൻ സാധിക്കുകയുള്ളൂ. കാരണം അത്രയധികം തിരക്കാണ് അനുഭവപ്പെടുന്നത്. അതായത് കുട്ടികളും മുതിർന്നവരും ഒക്കെയായി പ്രായഭേദമന്യേ നിരവധി പേർ ഈ നാഗരാജ സ്വാമിയെ ദർശിക്കുവാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. എന്തായാലും ഇന്ന് നാഗയക്ഷി സമേതനായിട്ടുള്ള നാഗരാജ സ്വാമിയുടെ എഴുന്നള്ളത്ത് കാണുവാൻ തന്നെയാണ് കൂടുതൽ ഭക്തർ ഇവിടേക്ക് എത്തുന്നത്. അത് തന്നെയാണ് ഏറ്റവും പ്രത്യേകത. അതോടൊപ്പം തന്നെ പുള്ളുവൻ പാട്ടും മറ്റ് സോപാന സംഗീതമടക്കം ഇവിടെ നടക്കും. ഇന്ന് പ്രശസ്ത സോപാന സംഗീത ഗായികയായിട്ടുള്ള ആശാ സുരേഷ് അടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ അവരുടെയൊക്കെ സോപാന സംഗീതവും ഈ പുള്ളുവൻ പാട്ട് തീർത്തും സർപ്പദോഷം അകറ്റുവാനും അതോടൊപ്പം തന്നെ പുണ്യം ലഭിക്കുവാനുമായി ഇവിടെ എത്തുന്ന ഭക്തർ ഈ പുള്ളുവൻ പാട്ട് അതിനെ അവർക്ക് നടത്തുവാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഈ ക്ഷേത്രത്തിന് മുന്നിൽ നിരവധി ആളുകൾ
അത്തരത്തിൽ പുള്ളുവൻ പാട്ടൊക്കെ ഇവിടെ നടത്തുന്നുണ്ട്. എന്തായാലും ഈ ഒരു തിരക്ക് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എപ്പോഴും പുലർച്ചെ മുതൽ ഈ തിരക്ക് അങ്ങനെ തുടരുകയാണ്. ഇതിനി വൈകിട്ട് വരെ ഈ തിരക്ക് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടുകൂടിയാണ് എഴുന്നള്ളത്ത് നടക്കുക. അതുവരേക്കും ഇങ്ങനെ ഭക്തർ ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കും. ഇവിടെ അമ്മമാരൊക്കെ ഉണ്ട്. അമ്മമാരൊക്കെ അങ്ങനെ കാത്തു നിൽക്കുകയാണ്, ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. എല്ലാ പ്രാവശ്യം വരാറുണ്ട്. കുഞ്ഞില എത്ര കാലം മുതലാ ഇവിടെ ഈ ക്ഷേത്രത്തെ കുറിച്ച്? വർഷം കൊണ്ട് വരുന്നു. അപ്പൊ ഇനി ദർശനം കഴിഞ്ഞാൽ ഇവിടെ കാത്ത് ഉണ്ടാവും, എഴുന്നള്ളത്തിനുണ്ടാവും. അങ്ങനെ എഴുന്നള്ളത്തിനൊക്കെ ഉണ്ടാകും. ഭക്തരൊക്കെ അങ്ങനെ നിൽക്കുകയാണ് ഇനി ദർശനത്തിനായി. എന്തായാലും ദർശനം അങ്ങനെ തുടരുകയാണ്. അതോടൊപ്പം തന്നെ തിരക്കും തുടരുകയാണ്. പ്രത്യേകത എന്നുള്ളത് ഏറ്റവും ആദ്യത്തെ നാഗരാജ ക്ഷേത്രം എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. അതുതന്നെയാണ് ഈ വെട്ടിക്കോട് എന്നുള്ള പേര് വരുവാനും ഉള്ള പ്രത്യേകതകളെ പറ്റി നമുക്ക് രാവിലെ തന്നെ ശ്രീവത്സൻ തിരുമേനി അദ്ദേഹം പറഞ്ഞു തന്നിരുന്നു. അത്തരത്തിൽ ഏറെ ഭംഗിയുള്ള അന്തരീക്ഷം, അതായത് ഈ പുഷ്പാലങ്കൃതമായിട്ടുള്ള ഈ ക്ഷേത്രത്തിലേക്ക്, ഈ വനനിബിഡമായിട്ടുള്ള ഈ ഒരു പ്രദേശത്തേക്ക് എത്തുന്ന ഓരോ ഭക്തരും സംതൃപ്തിയോടെ ദർശനം കഴിഞ്ഞ് മടങ്ങും. അതുതന്നെയാണ് ഇന്ന് ഈ എഴുന്നള്ളത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ വാദ്യമേള ഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി അവർ ഓരോരുത്തരും അങ്ങനെ അനന്ത ഭഗവാനെ ദർശിക്കുവാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ്. രാഖി, വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇന്ന് കന്നിമാസത്തിലെ ആയില്യമാണ്. ആയിരക്കണക്കിന് ഭക്തരാണ് പുലർച്ചെ മുതൽ അവിടേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നിർമ്മാല്യ ദർശനത്തിനൊക്കെ ആയിരങ്ങൾ അവിടെ എത്തിച്ചേർന്നിരുന്നു. ഉച്ചയ്ക്ക് ശേഷം നാഗരാജാവിൻ്റെ എഴുന്നള്ളത്തുണ്ട്. ചടങ്ങ് വീക്ഷിക്കാൻ നാനാ കോണുകളിൽ നിന്നുള്ള ഭക്തരാണ് എത്തിയിരിക്കുന്നത്. മനോജാണ് അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത്.